ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡ്. ഇതിപ്പോ തണുപ്പ് ജസ്റ്റ് ഒന്ന് മാറി ഇങ്ങനെ നിൽക്കുവാണ്. ഇനി കൃഷി ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇനി ഇതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വൃത്തിയാക്കി നമ്മൾ ഈ ചട്ടിയിലൊക്കെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് കൃഷി ചെയ്യും. ഇത് കണ്ടോ, കഴിഞ്ഞ വർഷത്തെ എൻ്റെ വെണ്ടയ്ക്കയാ. ഇത് അവസാനം ഉണ്ടായത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇനി ഇതൊക്കെ പറിച്ചെടുത്ത് ഞങ്ങൾക്ക് വിത്ത് പാകി, ഇപ്പം വിത്ത് വാങ്ങേണ്ട സമയമൊക്കെ ആയത് അകത്താ വെക്കണത്. എന്നിട്ട് നമ്മളിത് കൃഷി ചെയ്യും. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷി ചെയ്ത വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞതേ, ഇതൊരു ഫ്രീസറാട്ടോ. ഫ്രീസറിലേക്ക് ഞാൻ വെച്ചേക്കണെയാണ്. ഞാൻ ഇവിടെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് കഴിയുമ്പം അത് കൂടുതലുണ്ടാവും. ഇവിടെ ഒത്തിരി പച്ചക്കറി ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം കളയാതെ സിപ്ലോക്കിലാക്കി ഫ്രീസറിൽ വെക്കും. അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ ഞാൻ അരിഞ്ഞ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, പാവയ്ക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക ഇന്നെടുത്ത് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫ്രീസർ കാണിച്ചു തരാം. ഇത് ഫ്രീസറാണ്. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ തക്കാളിയൊക്കെ ഞാൻ ഫ്രീസ് ചെയ്തേക്കണെയാണ്. ഇത് ചെറി ടൊമാറ്റോസാണ്. പിന്നെ ഇത് പാവയ്ക്ക ഞാനിങ്ങനെ സിപ്ലോക്കിലാക്കി കുറേ ഫ്രീസ് ചെയ്തതാണ്. ഇതിപ്പോൾ തീരാറായി, ഇനി 2 പാക്കറ്റും കൂടെ ഉള്ളൂ. ഇത് പടവലങ്ങയാണ്. പിന്നെ എനിക്ക് വെണ്ടയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2 രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സാമ്പാറിനുള്ള പരുവത്തിന്, പിന്നെ ഇത് ഒരെണ്ണം തോരനുള്ള പരുവത്തിന്. അങ്ങനെ ഞാനിത് എടുത്ത് ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തിട്ട് ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ ഈ മൈക്രോവേവിൽ 1 മിനിറ്റ് വെക്കും. അപ്പോൾ അത് ഡീഫ്രോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് പിന്നെ ഒത്തിരി തണുപ്പ് പോണതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക തോരൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പം കടുകിട്ട് പൊട്ടിച്ചു. ഇതാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക അതേ ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എണ്ണയിലേക്ക് ഞാൻ സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. എന്നിട്ട് അത് ഒന്ന് വഴറ്റുവാണ്. ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ ഇടും. നല്ല ടേസ്റ്റാണ് അന്നേരം. ഇത് ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ആയിട്ടുള്ളൂ, ഒത്തിരി തണുപ്പ് പോയിട്ടില്ല. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് വഴറ്റി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മുടെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഞാനത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് തീ കുറച്ചിടണം. അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇളക്കി അതിൻ്റെ നന്നായിട്ട് അത് കുക്കായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ അത് ഓഫ് ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു തോരനാണിത്. അപ്പോൾ അതേ നമ്മുടെ ഓർഗാനിക് വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൃഷി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചാൽ മതി. കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. നല്ല ഹെൽത്തിയുമാണ്.